KPCC അധ്യക്ഷനായ കെ സുധാകരൻ ഇന്ന് ചുമതല ഏറ്റെടുക്കും. രാവിലെ 10:00-ക്ക് KPCC ആസ്ഥാനമായിട്ടുള്ള ഇന്ദിരാഭവനിൽ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ കെ സുധാകരന് ചുമതല കൈമാറും. അധ്യക്ഷ പദവി കൈമാറാൻ വൈകിയതിൽ സുധാകരൻ കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിന്റെ അനുനയ നീക്കമുണ്ടായത്. കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായുള്ള സമ്മർദ്ദ നീക്കങ്ങൾ ഫലം കണ്ടതിന് പിന്നാലെയാണ് കെ സുധാകരൻ KPCC അധ്യക്ഷനായി ഇന്ന് രാവിലെ ചുമതല ഏറ്റെടുക്കുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ അദ്ദേഹം കൊച്ചിയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് തിരികെയെത്തി. കഴിഞ്ഞ ദിവസം KPCCയുടെ നേതൃയോഗത്തിൽ വെച്ച് തന്നെ KPCC അധ്യക്ഷ പദവിയുടെ ചുമതലയിലേക്ക് മടങ്ങിയെത്താനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കെ സുധാകരൻ നേതൃയോഗത്തിൽ പങ്കെടുത്തതെങ്കിലും മറിച്ചാണ് സംഭവിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി ഫലം വന്നതിന് ശേഷം സുധാകരൻ തൽസ്ഥാനത്തേക്ക് മടങ്ങിയെത്തട്ടെ എന്ന ഒരു നിലപാടിലേക്ക് ഒരു വിഭാഗങ്ങൾ നേതാക്കൾ എത്തുകയായിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് കെ സുധാകരൻ ഹൈക്കമാൻഡ് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയത്. 3 ദിവസത്തിനകം തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരണം എന്നായിരുന്നു സുധാകരന്റെ സമ്മർദ്ദം. അല്ല എങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കും എന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകി. അതിനു പിന്നാലെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി സുധാകരനെ ഫോണിൽ വിളിച്ച് എത്രയും അടുത്ത ദിവസം തന്നെ പദവി ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത്. അനുനയ നീക്കങ്ങൾ ഫലം കാണും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഹൈക്കമാൻഡ് നേതൃത്വമുള്ളത്. അതിനിടെ VD സതീശനും കെ സുധാകരനും തമ്മിലുണ്ടായ ചേരിപ്പോര് അത് വലിയ തരത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിലും ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുങ്ങാൻ കഴിഞ്ഞ ദിവസം നടന്ന KPCC നേതൃയോഗത്തിലെ തീരുമാനത്തിന് തൊട്ടു പിന്നാലെയാണ് സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മടങ്ങി വരുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചത്. അതിൽ പ്രതിപക്ഷ നേതാവും ഉണ്ട് എന്നിട്ടുള്ള വിശ്വാസമാണ് സുധാകരൻ ക്യാമ്പിന്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന പശ്ചാത്തലം കടന്നുവരുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ രമ്യമായി പറഞ്ഞു തീർത്ത് ഒറ്റക്കെട്ടായി നേതൃത്വത്തെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന വലിയ വെല്ലുവിളി കൂടി ഹൈക്കമാൻഡ് നേതൃത്വത്തിന് മുമ്പിലുണ്ട്. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ UDF-ന് നേട്ടമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ 19-ൽ നിന്ന് 20-20 എന്ന കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ലക്ഷ്യം അത് കൃത്യമായി ഫലപ്രഖ്യാപനം വരുമ്പോഴും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ അവകാശവാദവുമായി കെ സുധാകരനും രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടാകും. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ സ്വാഭാവികമായി സംഘടനാ സംവിധാനത്തിൽ കോൺഗ്രസിനുണ്ടായ പിഴവാണ് തിരിച്ചടിക്ക് കാരണമെന്ന വ്യാഖ്യാനം വരും. അതിന്റെ ഉത്തരവാദിത്വവും KPCC അധ്യക്ഷന്റെ ചുമലിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും കെ സുധാകരന്റെ സമ്മർദ്ദ തന്ത്രത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന സാഹചര്യമായിരുന്നു നേതൃത്വത്തിന്. എന്നാലും ഇന്ന് അദ്ദേഹം അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കും. വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയാണ് കെ സുധാകരൻ. പുതിയ പാർട്ടി രൂപീകരണം ചർച്ച ചെയ്യാൻ ജനതാദൾ എസിന്റെ നേതൃയോഗം ഇന്ന് തലസ്ഥാനത്ത് നടക്കും. സംസ്ഥാന പാർട്ടി രൂപീകരിച്ച ശേഷം ഏതെങ്കിലും ദേശീയ പാർട്ടി ലയിക്കണമെന്ന അഭിപ്രായത്തിനാണ് മുൻഗണനയുള്ളത്. എന്നാൽ നേരിട്ട് ദേശീയ പാർട്ടിയുടെ ഭാഗമാകണമെന്ന അഭിപ്രായമുള്ളവരും ഉണ്ട്. NDAയ്ക്കൊപ്പം നിൽക്കുന്ന ദേശീയ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞുവെങ്കിലും ഇപ്പോഴും ദേവഗൌഡ നയിക്കുന്ന ജനതാദൾ എസിന്റെ കേരള ഘടകമാണ് ഇടതുമുന്നണിയിലെ ജനതാ പാർട്ടി. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക പീഡന പരാതി കൂടി വന്നതോടെ ദേശീയ പാർട്ടിയുമായുള്ള ബന്ധം എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കേരള ഘടകം.